ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും ഓണം എവിടെ വരെയായി? ഇവിടെയാണെങ്കിൽ നല്ല മഴയും തണുപ്പും മഞ്ഞും ഒക്കെയാണേ. അതെ, ഈ ഓണത്തിന് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പായസം ഉണ്ടാക്കി നോക്കിയാലോ? ഉരുളിയിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഞാനത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പായസത്തിന് ആവശ്യമായ തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ നമുക്ക് ഈ നെയ്യിൽ തന്നെ അങ്ങ് വറുത്തെടുക്കാവേ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്നൊരു പായസം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ആകെ സമയം കളയുന്ന ഒരു കാര്യം തേങ്ങാപ്പാൽ എടുക്കുക എന്ന് മാത്രമുള്ളതാണേ. തേങ്ങാക്കൊത്തും കശുവണ്ടിയും വറുത്തെടുത്ത് അതേ നെയ്യിൽ തന്നെ അവൽ വറുത്തെടുക്കാവേ. അവൽ നല്ല ക്രിസ്പി ആവുന്നിടം വരെ വറുത്തെടുക്കണേ. അപ്പോൾ വറുത്തെടുത്ത ശേഷം അതിലേക്ക് ശർക്കരപ്പാനി, നമുക്ക് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ഓരോരുത്തരുടെയും അത് കണക്കനുസരിച്ചിട്ടാണ്, അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിൽ അവൽ കിടന്ന് കുറച്ചൊന്ന് കുതിരണേ. കുതിർന്ന ശേഷം 3-ാം പാലും അതുപോലെ തന്നെ 2-ാം പാലും ഒഴിച്ചു കൊടുക്കാവേ. ഈ 3-ാം പാലിലെയും 2-ാം പാലിലെയും കിടന്ന് അവൽ നല്ലപോലെ വെന്ത് വരണം. അപ്പം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇവിടെ എനിക്കും തെച്ചിക്കൂട്ടൻ്റെയൊക്കെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അടപ്രഥമനാണേ. നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ ഇതുപോലെ ഫേവറേറ്റ് പായസം? നിങ്ങളുടെ ഫേവറേറ്റ് പായസം കമൻറ്റ് ചെയ്യണേ. അവൽ നന്നായി വെന്തു കുറുകി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിലേക്ക് ചവ്വരി വേവിച്ച് ചേർക്കാവേ. എൻ്റെ ചവ്വരി ഉണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും തേങ്ങാക്കൊത്തും അതുപോലെ മുന്തിരിങ്ങയും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ അത് കുറച്ച് പശുവും പാലും കൂടെ ചേർക്കുന്നുണ്ട്. തിളപ്പിച്ച ആറിച്ച പശുവും പാലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നല്ല ലൂസ് കൺസിസ്റ്റൻസിലോട്ട് വന്നോളും. അത്ര കുറുകി ഇരിക്കുന്ന കഴിക്കുന്നതിലും നല്ലത് കുറച്ച് ലൂസായിട്ട് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമ്മുടെ അവൽ പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പായസമാണ്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.